ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ മെഷർമെൻറ്റ് വെച്ച് പാൻറ്റ് എങ്ങനെ മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നതാണ് കേട്ടോ. ഞാനിവിടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 25 ഇഞ്ചാണ്. ഹിപ്പ് റൗണ്ട് 24 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 9 വയസ്സിലെ കുട്ടി, തീരെ തടിയില്ലാത്ത കുട്ടികൾക്കാണ് ഈ മെഷർമെൻറ്റ് വരിക. ഒട്ടും തടിയില്ലാത്ത കുട്ടികൾക്കാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ലെങ്ത്തിൻ്റെ കൂടെ ലെങ്ത്ത് പറയുന്നത് 25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ പ്ലസ് 3 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കിട്ടുന്നതാണ് 28 ഇഞ്ച്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സ്റ്റിച്ചിങ് കഴിയുമ്പോൾ 25 ഇഞ്ച് കിട്ടണം കേട്ടോ. പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 28 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. ഹിപ്പ് റൗണ്ട് 24 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹിപ്പ് റൗണ്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിലൊരു ഭാഗം 6ആണ് വരിക. 6ൻ്റെ പ്ലസ് 3 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 9 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് ആയിട്ട് വരിക. ക്രോച്ച് ലെങ്ത്ത് വരുന്നത് കറക്റ്റ് ഹിപ്പ് റൗണ്ട് 24 ഇഞ്ചാണ്. ഈ അരഭാഗമാണ് ഹിപ്പ് റൗണ്ട് വരിക. എലാസ്റ്റിക് പാൻറ്റിൻ്റെ എലാസ്റ്റിക് വരുന്ന ഭാഗം കറക്റ്റ് ഭാഗമാണ് കേട്ടോ ഹിപ്പ് റൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കുക. 24ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് 8 ഇഞ്ച്. അതിലൂടെ പ്ലസ് 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 11 ഇഞ്ച്. ഇതാണ് നമുക്ക് ക്രോച്ച് ലെങ്ത്തായിട്ട് കണക്കാക്കുക. ഇനി മനസ്സിലാവാത്തവർക്ക് ഒരു മെഷർമെൻറ്റ് കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഈ ഒരളവ് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരുവിധം തടിയില്ലാത്ത ഒരു മീഡിയം സൈസ് തടിയുള്ള ആൾക്കാർക്കൊക്കെ സെറ്റ് ആവാണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് കണക്കാക്കേണ്ട രീതി, 34ന് 4-ലൊരു ഭാഗം എടുക്കുക. കാൽക്കുലേറ്ററിൽ ഇനി നമ്മൾ നോക്കി നോക്കുക. 34ന് 4 തൊട്ട് ഹരിച്ച് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നതാണ് 8.5 ഇഞ്ച്. അതിലൂടെ പ്ലസ് 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 11.5 ഇഞ്ച്. ഇതാണ് നമ്മൾ ഹിപ്പ് റൗണ്ടായിട്ട് കണക്കാക്കുക. ഇത് തടിയുള്ള ആൾക്കാർക്ക് ലൂസ് വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ പ്ലസ് 3 ഇഞ്ചിലോടുത്ത് 4, 5, 6 ഒക്കെ കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കുന്ന ഒരു പാൻറ്റായിട്ടാണ് വരിക. ഇനി ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ ഹിപ്പ് റൗണ്ടിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. 34ന് 3 തൊട്ട് ഹരിച്ച് കൊടുത്താൽ കിട്ടുന്നത് 11.333 അങ്ങനെയാണ് കിട്ടുക. നമ്മൾ അതെന്ത് ചെയ്യണം, 11.5 റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് പ്ലസ് 3 ഇഞ്ച് ആഡ് ചെയ്യുക. ആ 14.5 ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ലെങ്ത്തായിട്ട് കിട്ടുക. ഇനി ലെങ്ത്ത് 39 ഇഞ്ചാണ്. അതിലൂടെ പ്ലസ് 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ലെങ്ത്ത് 25 ഇഞ്ചിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ മെറ്റീരിയൽ എടുത്ത ശേഷം നീളങ്ങത്തിൽ വെച്ച ശേഷം ഒന്ന് മടക്കി കൊടുക്കുക. സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. സോറി കേട്ടോ, എൻ്റെ ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയി. ഇങ്ങനെയല്ല, ആ ഫോൾഡ് നമ്മളെ വലത്തെ കൈൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ വരേണ്ടത്. ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും ഫോൾഡ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ വലത്തെ വശത്ത് വരാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ വലത്തെ സൈഡിലേക്ക് വേണം കേട്ടോ ഫോൾഡ് വരാൻ. ഇതുപോലെ 4-ലൊരു ഭാഗം എന്ന് പറയുന്നത് അതാണ്. കാരണം ആ സൈഡിൽ 4 പീസ് വരുന്നുണ്ടാവും. ഈ ഭാഗത്ത് 2 ഫോൾഡാണ് വരിക. ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കാൻ. 2 ഇഞ്ചാണ് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് അടി വരെ 25 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിൽ 2 ഇഞ്ച് എലാസ്റ്റിക്കിനും അടിയിൽ 1 ഇഞ്ചും, അങ്ങനെയാണ് നമ്മൾ ആ 3 ഇഞ്ച് 25 പ്ലസ് 3 ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ ലെങ്ത്തിലൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹിപ്പ് റൗണ്ട് നമുക്കിത് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ 9 ഇഞ്ചിലാണ് ഇപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഹിപ്പ് റൗണ്ടാണ് കേട്ടോ. 9 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കൽ ക്രോച്ച് ലെങ്ത് ആണ്. ക്രോച്ച് ലെങ്ത് നമ്മൾ എടുത്തിട്ടുള്ളത് 11 ഇഞ്ച്. ആ 11 ഇഞ്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. കാണാണ്ടോ, കറക്റ്റായിട്ട് വെച്ച ശേഷം 11ലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് ഒരു എക്സ്ട്രാ 2 ഇഞ്ചിന് 1 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് എത്രയാണ് തുമ്പ് വേണ്ടത് ജസ്റ്റ് ഒന്ന് ലൂസിന് വേണ്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, തുമ്പല്ല. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാണാനുണ്ടോ?
ഇതാണ് നമ്മളെ ക്രോച്ച് ലെങ്ത് ആയിട്ട് വരിക. ഇപ്പോൾ നമുക്ക് ഹിപ്പ് റൗണ്ടും ക്രോച്ച് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ബോട്ടം ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഒരു 9 വയസ്സിലെ കുട്ടികൾക്ക് നമ്മൾ ഒരു ആവറേജ് ലൂസിൽ ഒരു 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വലിയൊരാൾക്ക് ഒരു അത് 5.5, 5.25, 6 വരെ, നോർമൽ പാൻറ്റാൾക്ക് 5.5 to 6 വരെ നമുക്ക് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കാലിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് അത് ചേഞ്ച് വരിക. ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 5 ഇഞ്ചും പ്ലസ് 1 ഇഞ്ചും 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ക്രോച്ച് ലെങ്ത്തിലോട്ട് കറക്റ്റായിട്ടൊന്ന് വളച്ച് ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഹിപ്പ് റൗണ്ടും ക്രോച്ച് ലെങ്ത്തും ആ ഷേപ്പ് വഴി നമുക്കിത് അടിഭാഗത്തെ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എലാസ്റ്റിക് വെക്കുന്ന വീഡിയോ, അതുപോലെ എങ്ങനെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ചെറിയൊരു പാൻറ്റ് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരുമിച്ചിട്ട് വരുന്ന വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡൗട്ടുള്ളവർ മറ്റേ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതിൽ ക്ലിയറായിട്ട് ഓരോ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കാണാനുണ്ട് നമുക്ക് പാൻറ്റ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ കട്ട് പീസ് മാറ്റി വെക്കുമ്പോൾ ഇതാണ് നമ്മളെ പാൻറ്റിൻ്റെ സൈഡായിട്ട് വരിക. ഇനി ഇത് നിവർത്തി വെക്കുമ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ 2 സൈഡും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യേണ്ട രീതി ഒന്ന് നോക്കാം കേട്ടോ. ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഒരിക്കലും മടക്കിയടിക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കണേ. എന്ന് വെച്ചാൽ ഓർമ്മയില്ലാണ്ട് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ മടക്കിയടിക്കരുത്. എപ്പോഴും അടിഭാഗം, ബോട്ടം ഭാഗം വേണം കേട്ടോ മടക്കിയടിക്കാൻ. ഇതുപോലെ അടിഭാഗത്ത് മടക്കി കൊടുക്കുക. 2 പാൻറ്റിൻ്റെ കാലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് കളറ് നൂലല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റിച്ചിങ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ടൈപ്പ് കളറ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 കാലും ഇതേപോലെ ഒരേ ലെവലിലേക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നല്ല വീതിയിലും ഒരു ഭാഗം നല്ല വീതിയിലും ഒരു ഭാഗം വീതി കമ്മിയായിട്ട് മടക്കരുത്. എപ്പോഴും ഒരേ ലെവലിലേക്ക് വേണം 2 പാൻറ്റിൻ്റെ കാലും, ഒരു പാൻറ്റിൻ്റെ 2 കാലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാനുണ്ടോ? ഇതുപോലെ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്യൽ നോക്കാം. നല്ല വശം വെക്കണം കേട്ടോ. ചീത്ത വശമല്ല, ബാക്ക് സൈഡ് എല്ലാം നമ്മൾ ഒരിക്കലും വെക്കേണ്ടത്. നല്ല വശം വെച്ച് കൊടുക്കുക. അതുപോലെ മറ്റേ ഈ ഒരു പീസും നല്ല വശമാണ് വെച്ച് കൊടുക്കുക. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ ഒരുമിപ്പിച്ച് വെച്ച ശേഷം കാണാണ്ടോ ക്രോച്ച് ഏരിയ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരുമിച്ച് വെച്ച ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരിക്കലും ഒരു ഭാഗം കീറിയിട്ട് ഒരു ഭാഗം ഇറങ്ങിയിട്ടോ വരരുത്. ഒരേ ലെവലിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 2 സൈഡും. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അടിഭാഗം ചെയ്യണമെന്നില്ല. ഇതുപോലെ ക്രോച്ച് ലെങ്ത്ത്, അതുപോലെ ക്രോച്ച് ലെങ്ത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ഈ 2 സ്റ്റിച്ച് മാക്സിമം കൊടുക്കണം. ക്രോച്ചിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ 2, 3, 4 സ്റ്റിച്ച് കൊടുക്കണം. നല്ലതാണ്. നല്ല വൃത്തിക്ക് തുന്നണ പാൻറ്റിൽ കേട്ടോ. ജസ്റ്റ് സ്റ്റിച്ചിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്റ്റിച്ച് മതിയാവും. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് നോക്കാം. സ്റ്റിച്ചിങ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. കാണാനുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻറ്റിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആ ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് വെച്ച ശേഷം ഇതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ക്രോച്ചിൻ്റെ സെൻറ്റർ ഭാഗം ഒരുമിച്ച് വരാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ.
ഇതതുപോലെ പാൻറ്റിൻ്റെ അടിഭാഗം ഒരുമിപ്പിച്ച് വെക്കുക. കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതുപോലെ മേലോട്ടും താഴോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒരേ ലെവലിലേക്ക് വീതി കുറഞ്ഞിട്ടോ കൂടിയിട്ടോ സ്റ്റിച്ച് ചെയ്ത് പഠിക്കരുത്. ഞാൻ മറ്റുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫൂട്ടിൻ്റെ സൈഡിന് എന്താ പറയുക, ആ ഒരു വക്കിന് വരികയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരിക്കലും സ്ലിപ്പായി പോകാണ്ട്. ഇനി കഴിയാത്തൊരു ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ആയിക്കോട്ടെ ഷേപ്പ് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല വശത്തേക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതുപോലെ തിരിച്ചിട്ട് നോക്കാം. കാണാനുണ്ടോ? ഇപ്പോൾ പാൻറ്റിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം എലാസ്റ്റിക്കിൻ്റെ പോർഷനാണ്, ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. കാണാനുണ്ടോ? ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് സ്റ്റിച്ചിങ് എങ്ങനെ നോക്കാം. ഇലാസ്റ്റിക് കറക്റ്റായിട്ട് വെക്കേണ്ട രീതി ഞാൻ 2 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടാലും പെട്ടെന്നൊരു ഐഡിയ കിട്ടും കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക. അത് ഉള്ളിലേക്ക് വരുന്ന വശമാണ്, അപ്പോൾ അത് അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇനി പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണതും നല്ലതാണ്. ഉള്ളിലോട്ട് പോകേണ്ട പോർഷനാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വേറെ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹിപ്പ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. കറക്റ്റ് ഹിപ്പ് റൗണ്ട് 24 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക് ഞാനതിൽ നിന്ന് 3 ഇഞ്ച് കമ്മി വരുത്തിയ ശേഷം 21 ഇഞ്ചിലാണ് എലാസ്റ്റിക് മാർക്ക് ചെയ്തിട്ടുള്ളത്. 21 ഇഞ്ചിൽ കാണുന്നുണ്ടോ? ഇനി നമുക്ക് ആ എലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്യേണ്ട രീതി ഒന്ന് നോക്കാം. ഇതുപോലെ വെച്ച ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക തുണി. ഇതുപോലെ ഒന്ന് മടക്കി വെച്ച ശേഷം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഇലാസ്റ്റിക് വലിച്ച് പിടിക്കരുത് കേട്ടോ. കാരണം ആ മറ്റേ ഫോൾഡിൻ്റെ ഉള്ളിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ വെച്ച ആ പോർഷന് അതിൻ്റെ ഉള്ളിലോട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരിക്കലും വലിച്ചു പിടിക്കരുത്. ഇലാസ്റ്റിക്കിനെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ഇലാസ്റ്റിക് ഒരിക്കലും വലിച്ചു പിടിക്കരുത്. അതതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനും കുറച്ച് ഇടങ്ങേറാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെച്ച് കൊടുത്ത ഇലാസ്റ്റിക് കാണാനുണ്ടോ? ഇനി നമ്മളിതാ കറക്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഫൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിൽ മാർക്ക് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ആ പോയിൻ്റ് കിട്ടുന്നത് വരെ ഇലാസ്റ്റിക്കും ഒന്ന് വലിച്ച് പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എപ്പോഴും വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേ സൈഡ് ഫോൾഡിൻ്റെ ഉള്ളിലോട്ട് പോകാണ്ട് നോക്കണേ. വലിച്ച് പിടിക്കുമ്പോൾ കാണാം മാർക്ക് ചെയ്ത പോയിൻ്റ് കാണാനുണ്ടോ? എപ്പോഴും വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റേ പോർഷന് ഉള്ളിൽ പോവാണ്ട് വലിക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ 2 വശവും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇതുപോലെ ഒരുമിപ്പിച്ച് വെക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, എലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അരഭാഗം റൗണ്ടിൽ കിട്ടിയിട്ടില്ലേ എന്നുള്ളത്. അതല്ലെങ്കിൽ എലാസ്റ്റിക് ആ ഫോൾഡിൻ്റെ ഉള്ളിൽ പിരിഞ്ഞ് കിടക്കാൻ സാധ്യത ഉണ്ട്. കറക്റ്റ് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം അതുപോലെ വെച്ചിട്ട് ഒരു 3-4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു 3-4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടുത്തേതൊന്ന് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ ആ എലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഉള്ളിലോട്ട് പോകും. ഇതുപോലെ ഉള്ളിലോട്ട് പോകും. ഇനി ആ ഒരു ഭാഗം തുറന്ന് കിടക്കണ ആ ഭാഗം കൂടി നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്യാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും എലാസ്റ്റിക്കിൽ തട്ടരുത്. തട്ടാണ്ട് വേണം, സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ പാൻറ്റ് സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ എലാസ്റ്റിക് ഒന്നും കൂടെ വൃത്തിയിലും അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതൊന്ന്
കുറേ യൂസ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് ഒന്ന് പിരിയാൻ സാധ്യത ഉണ്ട്, മടങ്ങാനും ഇതാവാനൊക്കെ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സെൻറ്റർ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് പിടിക്കണം കേട്ടോ. മാക്സിമം ഇത് അതുപോലെ വലിച്ച് പിടിക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം വലിച്ച് പിടിക്കണം കേട്ടോ. വലിച്ച് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് തുണി ഇതുപോലെ ബാലൻസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പാൻറ്റിൻ്റെ ഷേപ്പിൽ മാറ്റം വരും, ഇടുമ്പോൾ തിരിഞ്ഞ് വരാൻ സാധ്യത ഉണ്ടാവും. ഇതുപോലെ ബാലൻസ് വരുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ പാൻറ്റ് സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാനുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ത്രെഡിലാണ് ചെയ്തിട്ടുള്ളത്. സെയിം ത്രെഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാവില്ല, ത്രെഡ് ഏതിലേ പോയി എങ്ങനെ സ്റ്റിച്ചിങ് വന്നെന്നുള്ളത്. ഇപ്പോൾ നമ്മളെ പാൻറ്റ് സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. മെഷർമെൻറ്റ് ഇതുപോലെ തന്നെ വെച്ച് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറെ വീഡിയോയിൽ കാണാം. വേറെ മെഷർമെൻറ്റും മാർക്കിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.